السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. نحمده ونصلي ونسلم على رسوله الكريم وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. وتوبوا إلى الله جميعا أيها المؤمنون لعلكم تفلحون. صدق الله العظيم. قال رسول الله صلى الله عليه وسلم: لو أخطأتم حتى تبلغ خطاياكم السماء ثم تبتم لتاب عليكم. صدق رسول الله صلى الله عليه وسلم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, പരിശുദ്ധ റമദാൻ ഷരീഫ് നമ്മുടെ ജീവിതത്തിൽ നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളെ തൊട്ട് ജീവിതത്തിൻ്റെ സകല സമയങ്ങളിലും നമ്മൾ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കേണ്ടതുണ്ട്, അള്ളാഹുവിനോട് തൗബ ചോദിക്കേണ്ടതുണ്ട്. ദോഷങ്ങളെ തൊട്ട് ശുദ്ധന്മാരായ അമ്പിയാക്കൾ അലൈഹിമുസ്സലാം, അതുപോലെ മലായിക്കത്ത് അലൈഹിമുസ്സലാം ദോഷങ്ങളെ തൊട്ട് ശുദ്ധന്മാരാണ്, മഅസൂമീങ്ങളാണ്. അല്ലാത്തവർ ആരും മഅസൂമീങ്ങളല്ല, ദോഷങ്ങളെ തൊട്ട് ശുദ്ധന്മാരല്ല. എന്നാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കൾ അവർ ദോഷങ്ങളെ സൂക്ഷിക്കുന്ന മഹ്ഫൂദീങ്ങളാണ്. മഅസൂമീങ്ങൾ അമ്പിയാക്കൾ അതുപോലെ മലായിക്കത്ത് മാത്രമേ ഉള്ളൂ. സയ്യിദുൽ മഅസൂമീനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ദിവസവും 70 പ്രാവശ്യവും 100 പ്രാവശ്യം അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കും, ഇസ്തിഗ്ഫാർ ചൊല്ലും. അതോടുകൂടെ ധാരാളം സന്ദർഭങ്ങളിൽ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുകയും മഗ്ഫിറത്തിന് തേടുകയും തൗബ ചോദിക്കുകയും ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രത്യക്ഷമായ ജീവിതത്തിൽ നമുക്ക് ധാരാളം കാണാൻ കഴിയും. അതൊക്കെ ഈ സാധുക്കളായ നമുക്ക് ഉമ്മത്തിനിക്ക് പഠിപ്പിക്കാൻ വേണ്ടിയും കൂടിയാണ്. ഉമ്മത്ത് സകല സമയങ്ങളും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ അള്ളാഹുവിനോട് എപ്പോഴും മാപ്പ് ചോദിക്കേണ്ടതുണ്ട്. ദോഷങ്ങളെ തൊട്ട് ശുദ്ധരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അള്ളാഹുവിനോട് അത്ര മാപ്പ് ചോദിക്കുമ്പോൾ നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും തെറ്റുകൾ കൂടിക്കൂടി ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹുൽ ബുഖാരി 2-ാം വാല്യം 933 പറഞ്ഞതുപോലെ: ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഖായിദുൻ തഹ്ത ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി വ ഇന്നൽ ഫാജിറ യറാ ദുനൂബഹു കദുബാബിൻ മറ അലാ അൻഫിഹി ഫഖാല ബിഹി ഹാകദ. അതായത് ഒരു മുഅ്മിനായ മനുഷ്യന് ദോഷങ്ങളെ കാണുന്നത് എങ്ങനെ? ഒരു പർവ്വതത്തിൻ്റെ അടുത്ത് പർവ്വതത്തിൻ്റെ താഴെ ഇരിക്കുകയാണെങ്കിൽ ആ പർവ്വതം അവൻ്റെ മുകളിൽ വീണു പോകുമോ എന്ന ആ പേടിയോടുകൂടി ആയിരിക്കും. ആ വിധത്തിലാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ തെറ്റിനെ കാണുക, ദോഷങ്ങളെ കാണുക. അതേ സ്ഥാനത്ത് ഫാജിറായ ആളുകൾക്ക്, മുനാഫിഖീങ്ങളായ ആളുകൾക്ക് ദോഷം എന്ന് പറയുന്നത് മൂക്കിൻ്റെ മുകളിൽ ഒരു ഈച്ച വന്ന് ഇരുന്നാൽ അവന് കൈകൊണ്ട് ഇങ്ങനെ ആട്ടും. മൂക്കിൻ്റെ മുകളിൽ ആ കൈകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം, വലിയൊരു പ്രശ്നമൊന്നും കാണുകയില്ല. ഫാജിറായ മുനാഫിഖിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ഇത് പറഞ്ഞതിൻ്റെ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: അല്ലാഹു അഫ്റഹു ബി തൗബത്തിൽ അബ്ദി മിൻ റജുലിൻ നസല മൻസിലൻ മഹ്ലകതൻ വമഅഹു റാഹിലതുഹു അലൈഹാ തുആമുഹു വശറാബുഹു ഫവളഅ റഅസഹു ഫനാമ നൗമതൻ ഫസ്തൈഖള വഖദ് ദഹബത് റാഹിലതുഹു ഹത്താ ഇദാ ഇസ്തദ്ദത് അലൈഹിൽ ഹർറു വൽ അതശു ഔ മാ ഷാ അല്ലാഹു ഖാല അർജു ഇലാ മക്കാനി ഫറജഅ ഫനാമ നൗമതൻ ഫമ്മ റഫഅ റഅസഹു ഫൈദാ റാഹിലതുഹു ഇൻദഹു. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമ തൗബ ചെയ്യുമ്പോൾ എത്രമാത്രം ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഒരു വാഹനം ഉണ്ടാകും, കൂടെ ഭക്ഷണം ഉണ്ടാകും, പാനീയമൊക്കെ ഉണ്ടാകും. അങ്ങനെ അയാൾ വിശ്രമിക്കുന്ന സമയത്ത് ഉണർന്നു നോക്കുമ്പോൾ വാഹനം കാണൂല. ഇയാൾക്ക് വല്ലാത്ത ശക്തിയായ ചൂടുണ്ടാവും, ദാഹം ഉണ്ടാവും. അങ്ങനെ വീണ്ടും ആ സ്ഥലത്ത് വന്ന് വിശ്രമിക്കുമ്പോൾ തല ഉയർന്നു നോക്കുമ്പോൾ ആ വാഹനം അവിടെ ഉണ്ടാകുമ്പോൾ എത്രമാത്രം സന്തോഷം അയാൾക്ക് ഉണ്ടാകും. അതിനേക്കാൾ വലിയ സന്തോഷമാണ് ഒരു അടിമ തെറ്റ് ചെയ്തിട്ട് അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കാറിനാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുമെന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരി 2-ാം വാല്യം 933 തൊട്ട് 33-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. അപ്പോൾ ഏതായാലും ഒരു മുഅ്മിനായ മനുഷ്യന് ദോഷങ്ങൾ എപ്പോഴും വലിയതായി കാണണം. ഒരു പർവ്വതത്തിൻ്റെ താഴെ ഇരിക്കുമ്പോൾ ആ പർവ്വതം വീണു പോകുന്ന പോലെ മുഅ്മിനായ മനുഷ്യൻ തെറ്റുകളെ കാണണം. എന്നാലും മനുഷ്യ സാഹചര്യമായതുകൊണ്ട്
മനുഷ്യൻ്റെ വിവരക്കേട് കൊണ്ട്, അല്ലെങ്കിൽ കുറഞ്ഞ ചിന്താശക്തി ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ മനുഷ്യനിക്ക് ഉണ്ടാകുന്ന ആ ബലഹീനത കാരണം കൊണ്ട്, അല്ലെങ്കിൽ നഫ്സിൻ്റെ ഷറുകളെ തൊട്ട് ഷറുകളിൽ കുടിഞ്ഞു ഷയാത്തുനുൽ ഇൻസിൻ്റെയും ഷയാത്തുനുൽ ജിന്നിൻ്റെ കാരണം കൊണ്ട് ഒരുപാട് തെറ്റുകളിൽ മനുഷ്യൻ അകപ്പെടും. അങ്ങനെ ദോഷങ്ങളെ കൊണ്ട് അവൻ്റെ മനസ്സും മറ്റുമെല്ലാം മലിനം സാകും. അങ്ങനെ ആ ഷെയറിൻ്റെ കാരണം കൊണ്ട് അവൻ ചെയ്യേണ്ടത് അവസാനം അള്ളാഹുവിലേക്ക് അടുക്കണമെങ്കിൽ അവൻ തൗബ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ദോഷങ്ങളൊക്കെ മാഫാക്കി തരുമാറാകട്ടെ. അങ്ങനെ ദോഷങ്ങളുടെ എന്ന് പറയുന്ന രോഗത്തിലെ ശിഫയാക്കാൻ, ദോഷങ്ങൾ തൊട്ട് ശുദ്ധമാകാൻ തൗബ വലിയ ഒരു പ്രധാനപ്പെട്ട വസ്തുവാണ്. തൗബയും ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ മുഅ്മിനായ മനുഷ്യൻ്റെ ഒരു ആയുധമാണ്. മുഅ്മിനായ മനുഷ്യൻ്റെ ഒരു ആയുധമാണ് തൗബ എന്ന് പറയുന്നത്, ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. അതെല്ലാം ദോഷങ്ങൾ അത് മായ്ച്ചു കളയും, അവസാനിപ്പിക്കും. മുഅ്മിനായ മനുഷ്യൻ്റെ മനസ്സിൽ ഇരുട്ട് വന്നു കഴിഞ്ഞാൽ അത് ഇല്ലാതെയാക്കാൻ ശരീഅത്തുൽ ഇസ്ലാമിയ പഠിപ്പിച്ച ഒരു പുണ്യകർമ്മമാണ് തൗബയും ഇസ്തിഗ്ഫാറും. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ തൗബ ഇസ്തിഗ്ഫാറിനെ കുറിച്ച് ധാരാളം പറഞ്ഞത് കാണാം. മുഅ്മിനീങ്ങളോട് തൗബയ്ക്ക് കൽപ്പിക്കുകയും ചെയ്തതായി ധാരാളം സ്ഥലങ്ങളിൽ കാണാം. പരിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ സൂറത്തായ സൂറത്തുൻ നിസാ 17-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയാണ്, ഇന്നമത് തൗബത്തു അലല്ലാഹി ലില്ലദീന യഅമലൂന സൂഅ ബിജഹാലത്തിൻ സുമ്മ യതൂബൂന മിൻ ഖരീബിൻ ഫഉലൈക യതൂബുല്ലാഹു അലൈഹിം. അല്ലാഹു സുബ്ഹാനഹു തആല മാപ്പാക്കി കൊടുക്കും. അവൻ്റെ മഹളായ ഫضൽ കൊണ്ട് അവൻ നിശ്ചയിച്ചിട്ടുണ്ട് തെറ്റ് ചെയ്യുന്നവർക്ക്. അങ്ങനെ അവർ തൗബ ചെയ്താൽ അല്ലാഹു തആല അവർ തൗബ സ്വീകരിക്കുമെന്ന്. അതുപോലെ സൂറത്തുൻ നൂർ, പരിശുദ്ധ ഖുർആൻ 24-ാമത്തെ സൂറത്തായ സൂറത്തുൻ നൂർ 31-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ. സൂറത്തുൻ നൂർ 31-ാമത്തെ സൂറത്തുൻ നൂറിനെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് പഠിപ്പിച്ചു കൊടുക്കൽ ഒരു വളരെ പ്രധാനപ്പെട്ട സൂറത്താണ് സൂറത്തുൻ നൂർ. പരിശുദ്ധ ഖുർആൻ എല്ലാം പഠിക്കണം. സൂറത്തുൻ നൂർ പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ഹദീസിൽ വന്നത് കാണാം. അതുപോലെ പുരുഷന്മാർക്ക്, ആൺകുട്ടികൾക്ക് സൂറത്തുൽ മാഇദയും പെൺകുട്ടികൾക്ക് സൂറത്തുൻ നൂർ പഠിപ്പിക്കണമെന്ന് പ്രത്യേകമായി കൽപ്പിക്കപ്പെട്ടത് കാണാം. ഏതായാലും ആ സൂറത്തുൻ നൂറിലാണ് വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിങ്ങൾ എല്ലാവരും അല്ലാഹുവിനോട് തൗബ ചെയ്യണം, ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ വിജയികളാകാൻ വേണ്ടി. മറ്റൊരായത്തിൽ പരിശുദ്ധ ഖുർആനിലെ 66-ാമത്തെ സൂറത്തായ സൂറത്തു തഹരീം 8-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ ആസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതിക്കും. ഓ ഈമാനുള്ളവരെ, സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യണം. തൗബത്തുൻ നസൂഹ, പിന്നീട് നിങ്ങൾക്ക് നസീഹത്തുണ്ടാകുന്ന വിധത്തിലുള്ള തൗബ നിങ്ങൾ ചെയ്യണം. ആസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ ദോഷങ്ങളൊക്കെ മാഫാക്കുന്നവനായേക്കാം എന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ സൂറത്ത് തഹരീം 8-ാമത്തെ ആയത്തിൽ പറയാണ്. അതുപോലെ പരിശുദ്ധ ഖുർആനിലെ 42-ാമത്തെ സൂറത്തായ സൂറത്തു ശൂറ അതിലെ 25-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി വയഅഫു അനിസ് സയ്യിആതി വയഅലമു മാ തഫ്അലൂൻ. അല്ലാഹുവാണ് അവൻ്റെ അടിമകളിൽ നിന്ന് തൗബ സ്വീകരിക്കുന്നവൻ, അവൻ ദോഷങ്ങളൊക്കെ മാപ്പാക്കുന്നവനാണ്, നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അല്ലാഹു അറിയുന്നവനാണ്. ഇത് പരിശുദ്ധ ഖുർആൻ സൂറത്തു ശൂറ 25-ാമത്തെ ആയത്തിൽ പറഞ്ഞു. അതുപോലെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ധാരാളം ഹദീസുകളിൽ പഠിപ്പിച്ചു തൗബന്റെ മഹത്വങ്ങളും അതിൻ്റെ പ്രാധാന്യം. അത്താഇബു മിനദ്ദംബി കമല്ലാ ദംബല, ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, തൗബ ചെയ്യുന്നവൻ ദോഷങ്ങളെ തൊട്ട് ദോഷമില്ലാത്ത ആളെ പോലെയാണ് എന്നും. അതുപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ലൗ അഖ്തഅതും ഹത്താ തബ്ലുഗ ഖതായാകുമുസ് സമാഅ. നിങ്ങൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ, എത്രമാത്രം തെറ്റ് ചെയ്തു നിങ്ങൾ, അത് ആ ദോഷത്തിൻ്റെ കൂമ്പാരം, ദോഷങ്ങളെല്ലാം ആകാശത്തേക്ക് എത്തിക്കണം. എന്നാൽ സുമ്മ തുബ്തും ലതാബ അലൈക്കും, നിങ്ങൾ തൗബ ചെയ്യുകയാണെങ്കിൽ അല്ലാഹു തആല നിങ്ങൾ തൗബ സ്വീകരിക്കും എന്ന് പരിശുദ്ധ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അങ്ങനെ ഒരുപാട് ഹദീസുകളിലും കുല്ലു ബനി ആദമ ഖത്വാഉൻ വ ഖൈറുൽ ഖത്വാഇന തവാബൂന, എല്ലാ മനുഷ്യന്മാരും ദോഷികളാണ്, എന്നാൽ ദോഷങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ നല്ല ആൾക്കാർ തൗബ ചെയ്യുന്നവരാണെന്ന് അനസ് റളിയല്ലാഹു അൻഹു തൊട്ട് ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. മാത്രമല്ല അനസ് റളിയല്ലാഹു അൻഹു തന്നെ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം, മിഷ്കാത്തിൽ 204-ാമത്തെ പേജിൽ പറഞ്ഞതുപോലെ, യബ്ന ആദം, ഖുദ്സിയായ ഹദീസാണ്. അല്ലാഹു തആല പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യബ്ന ആദം, ഓ മനുഷ്യ, ഇന്നക മാ ദഅൗതനി
വറജൗതനി ഗഫർതു ലക അലാ മാ കാന ഫീക വലാ ഉബാലി യബ്ന ആദം ലൗ ബലഗത് ദുനൂബുക അനാനസ് സമാഅ ثم استغفرتني غفرت لك ولا أبالي يا ابن آدم إنك لو لقيتني بقراب الأرض خطايا ثم لقيتني لا تشرك بي شيئا لا أتيتك بقرابها مغفرة. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നിങ്ങൾ ദോഷം ചെയ്ത് ഒരുപാട് ചെയ്തു, പക്ഷേ നിങ്ങൾ ആ ദോഷങ്ങളൊക്കെ ആകാശത്തോടൊക്കെ എത്തിയാലും നിങ്ങൾ എന്നോട് മാപ്പ് ചോദിച്ചാൽ ഞാൻ മാപ്പാൽ എനിക്കൊരു പ്രശ്നമില്ല എന്ന്, പക്ഷെ ശിർക്ക് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഖുദ്സിയ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അല്ലാഹു തആല പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതാണല്ലോ ഹദീസ് ഖുദ്സി. അത് മിഷ്കാത്ത് 204 പേജിൽ കാണാം. ഏതായാലും തൗബ എന്ന് പറയുന്നത് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് വെറും നാവ് കൊണ്ട് മാത്രം തൗബ ചെയ്യുക എന്നതല്ല. കാരണം ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഒരു അഅറാബി മദീനത്തെ പള്ളിയിൽ വന്ന ഉടനെ അല്ലാഹുമ്മ അസ്തഗ്ഫിറുക വതൂബു ഇലൈക എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന സുർഅത്തൽ ലിസാനി ബിൽ ഇസ്തിഗ്ഫാരി തൗബത്തുൽ കദ്ദാബീൻ വ തൗബത്തുക തഹ്താജു ഇലാ തൗബ. പെട്ടെന്ന് വെറും നാവുകൊണ്ട് മാത്രം ഇസ്തിഗ്ഫാർ ഇങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാ, ഖേദം വരാതിരിക്കുക, അത് കള്ളന്മാരുടെ തൗബയാണ്. ആ തൗബ മറ്റൊരു തൗബയിലേക്ക് ആവശ്യമാകുമെന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. മാത്രമല്ല റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ ഇസ്തിഗ്ഫാറുനാ യഹ്താജു ഇലാ ഇസ്തിഗ്ഫാറിൻ കസീർ, അതായത് ഖേദമില്ലാതെ വെറും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞ ആ അസ്തഗ്ഫിറുല്ലാഹ് ശരിയാകാൻ വേണ്ടി വേറെ പല അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലേണ്ടി വരും എന്ന് മഹാന്മാരൊക്കെ പഠിപ്പിച്ചത് കാണാം. ഏതായാലും ആത്മാർത്ഥതയോടുകൂടെ ഖേദത്തോടുകൂടെ ആരും തൗബ ചെയ്യേണ്ടത്. തൗബക്ക് ഒരുപാട് കണ്ടീഷനുകളുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഷറഹ് മുസ്ലിമൊക്കെ പറഞ്ഞു, അന്നലഹ സലാസത്തു അർക്കാൻ, 3 ഫർളുകൾ തൗബക്കുണ്ട്. അൽ ഇഖ്ലാഉ വൻ നദമു അലാ ഫിഅലി തിൽക്കൽ മഅസിയതി, ആ ചെയ്ത ദോഷത്തിനെ തൊട്ട് ഖേദമുണ്ടാക്കുക, വിട്ടു നിൽക്കുക. അതോടെ വൽ അസ്മു അലാ അല്ലാ യഊദ ഇലൈഹ അബദ, ആ ചെയ്ത തെറ്റിലേക്ക് ഇനി മടങ്ങൂല എന്ന ഉറച്ച തീരുമാനം എടുക്കുക. ആ ദോഷം ഒരു അടിമയുടെ ഒരു മനുഷ്യന്റെ ഹക്കിനോട് ബന്ധപ്പെട്ടതാണെങ്കിലോ അയാളോട് അത്തഹല്ലുലു മിൻ സ്വാഹിബി ദാലിക്കൽ ഹഖി, അയാളുടെ ഹക്കിനെ തൊട്ട് അയാളോട് മാപ്പ് ചോദിക്കണം. മാത്രമല്ല അതാണ് ഖേദം. തൗബയുടെ പ്രധാനപ്പെട്ട റുക്നുൽ ആളമാണ് അന്നദം, ഖേദം വേണം. ഖേദത്തോടു കൂടെയാണ് അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കേണ്ടത്. അത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, അൽ ഈമാനു ബിദ്ഉം വസബ്ഉന ശുഅബ, ഈമാന് 70 ചില്ലാരം ശാഖകളാണ്. അംദത്തുൽ ഖാരി ഷർഹുൽ ബുഖാരിയിൽ ഈമാന്റെ 77ഓളം ശാഖകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 30 അഖീദയോട് വിശ്വാസപരമായി ബന്ധപ്പെട്ടതാണ്, പിന്നെ 7 നാവിനോട് ബന്ധപ്പെട്ടതാണ്, പിന്നെ 40 ശരീരത്തിനോട് ബന്ധപ്പെട്ടതാണ്. ഏതായാലും അതിൽ 17ാമത്തത് പറയുന്നത് തൗബയാണ്, 14ാമത്ത് പറയുന്നത് തൗബയാണ്, 15ാമത്ത് പറയുന്നത് അള്ളാഹുവിൻ്റെ റജാഇനെ സംബന്ധിച്ചും, അതേ സ്ഥാനത്ത് 16ാമത്തത് പറയുന്നത് റജാഇനെ സംബന്ധിച്ചും, 15ാമത്തത് ഖൗഫാണ്. അപ്പോൾ 15ാമത്തെ ഖൗഫ്, 16ാമത്തെ റജാ, അതിന് മുമ്പാണ് തൗബ. 14ാമത്തെ തൗബത്തു വൻ നദം എന്ന് പ്രത്യേകിച്ചും എടുത്തു പറയുകയാണ്. അപ്പോൾ ഈമാന്റെ ശാഖകളിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് തൗബ ചെയ്യുക, അതും ഖേദത്തോടു കൂടി ആയിരിക്കണം. ആ തൗബ എന്ന് പറയുന്നത് നാം വളരെ കൂടുതൽ ശ്രദ്ധിക്കണം. അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കണം. നമ്മൾ ചെയ്തു പോയ ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ സാധാരണ ചിന്തിക്കുന്ന ദോഷങ്ങൾ മാത്രമല്ല, വളരെ വലിയ ദോഷങ്ങളായ മനസ്സിന്റെ രോഗങ്ങൾ, മനസ്സിൽ 40 ചില്ലാരം രോഗങ്ങൾ, അമ്രാദുൽ ഖുലൂബ്, അമ്രാദുൽ ബാത്തിനിയ, മനസ്സിന്റെ രോഗങ്ങൾ, മനസ്സിന്റെ ദോഷങ്ങൾ, അതിനെ തൊട്ടും അള്ളാഹുവിനോട് തൗബ ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു നമ്മുടെ എല്ലാ ദോഷങ്ങളെയും മാഫാക്കി തരുമാറാകട്ടെ. നമ്മൾ ചെയ്ത ലാഹിരിയായ തെറ്റുകൾ, ബാത്തിനിയായ തെറ്റുകൾ എല്ലാം അള്ളാഹു അറിയുന്നവനാണ്. അള്ളാഹു എല്ലാം മാഫാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ ദോഷങ്ങളും മാഫാക്കി തരുമാറാകട്ടെ. നമ്മൾ എല്ലാ ദോഷങ്ങളെ തൊട്ട് അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കണം. പ്രത്യേകിച്ചും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ ദോഷങ്ങളും അള്ളാഹു മാഫാക്കി തരുമാറാകട്ടെ. അതോടുകൂടെ സുന്നത്ത് ജമാഅത്തിൽ ഇസ്തിഖാമത്ത് നഷ്ടപ്പെടുന്ന വിധത്തിലുള്ള നമ്മുടെ ഭാഗത്തുണ്ടായ ഖൗലോ ഫിഅലോ അതിനെ തൊട്ടൊക്കെ അള്ളാഹുവിനോട് കാവലിനെ തേടേണ്ടതുണ്ട്. എല്ലാ ബിദ്അത്തിനെ തൊട്ടും, എല്ലാ ബിദ്അത്തുകാരുടെ സഹവാസത്തിനെ തൊട്ടും, അതുപോലെ കള്ളത്തൊരീക്കത്തുകാരുടെ സഹവാസത്തിനെ തൊട്ടൊക്കെ അള്ളാഹു നമുക്ക് കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടുകൂടെ എല്ലാ കുഫറുകളെ തൊട്ട്, ഇത്തിഫാഖിയായ കുഫറാവട്ടെ, ഇഖ്തിലാഫിയായ കുഫറാവട്ടെ, എല്ലാ കുഫറുകളെ തൊട്ട് അള്ളാഹു നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അൽ ഇഅ്ലാം ബി ഖവാത്തിൽ ഇസ്ലാമിലൊക്കെ പറഞ്ഞതുപോലെ, അതുപോലെ അയിമ്മത്തു ഫുഖഹാ കിതാബുർ റിദ്ദത്തിൽ പറഞ്ഞ റിദ്ദത്തുണ്ടാകുന്ന, മുർത്തദ്ദാകുന്ന എന്തെല്ലാം സംഗതികൾ, അഖ്വാലും അഫ്ആലും
ഉണ്ട്. എല്ലാത്തിനെ തൊട്ട് അള്ളാഹുവിനോട് നമ്മൾ കാവലിനെ തരണം. അള്ളാഹു തആല നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതോടുകൂടി അൽ ജാമിഉൽ അൽഫാദിൽ കുഫ്റിൽ പറഞ്ഞ എല്ലാ കുഫറുകളെ തൊട്ട്, അതുപോലെ അല്ലത്താൻ നബവിയ ഫിൽ ഫതാവ റളിയ ഇമാം അഹ്മദ് റളിയല്ലാഹു ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ കുഫർ ഫിഖ്ഹി, കുഫർ കലാമി, കുഫർ ലുസൂമി, കുഫർ ഇൽത്തിസാമി എല്ലാം വിശദീകരിച്ചതുപോലെ, ഇമാമിങ്ങളൊക്കെ വിശദീകരിച്ചതുപോലെ അതിനെ തൊട്ടൊക്കെ അള്ളാഹുവിനോട് നമ്മൾ കാവലിനെ തേടണം. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതോടുകൂടെ ഹുസാമുൽ ഹറമൈൻ, അതുപോലെ സവാരിമുൽ ഹിന്ദിയ തുടങ്ങിയതിലൊക്കെ പറഞ്ഞ കുഫറുകൾ, അതുപോലെ ബിദ്അത്തുകൾ എല്ലാത്തിനും തൊട്ട് അള്ളാഹു നമുക്ക് കാവൽ നൽകട്ടെ. നമ്മുടെ ആഖിബത്ത് നന്നാക്കട്ടെ. നമ്മുടെ ഈമാൻ സലാമത്താക്കി തെരുമാറാകട്ടെ. പ്രത്യേകിച്ചും നമ്മുടെ ഈമാൻ ലറൂറിയാത്തുദ്ദീനിൽ ഒരു വീഴ്ചയും വരാതെ, ലറൂറിയാത്തു അഖായിദ് അഹ്ലി സുന്നയിൽ ഒരു വീഴ്ചയും വരാതെ പരിപൂർണമായ ഈമാനും തസ്ദീഖും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടുകൂടെ ബിദ്അത്തുകളുടെ ഷർറുകൾ തൊട്ടൊക്കെ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഈമാൻ സലാമത്താക്കി തെരുമാറാകട്ടെ. അതുപോലെ നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളെ തൊട്ട് അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കണം. ധാരാളം ഇസ്തിഗ്ഫാർ ചെല്ലണം. അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കാം. ഒറ്റക്കും കൂട്ടമായിട്ടും എല്ലാം അള്ളാഹുവിനോട് തൗബ ചെയ്യേണ്ടതുണ്ട്. എപ്പോഴും തൗബ ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ചും റമദാൻ ഷരീഫിലെ രാവുകളിലും പകലിലുമെല്ലാം അള്ളാഹുവിനോട് ധാരാളം മാപ്പ് ചോദിക്കണം. പ്രത്യേകിച്ചും മധ്യത്തിലെ പത്തിൽ അള്ളാഹുവിനോട് ധാരാളം മാപ്പ് ചോദിക്കണം. അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളൊക്കെ തൊട്ട് തൗബ ചെയ്ത്, അതുപോലെ തൗബയുടെ കണ്ടീഷനുകളായിരിക്കുന്ന കാര്യങ്ങളൊക്കെ പുനവാൻ പറഞ്ഞ നിസ്കാരം ഖളാ ആയെങ്കിൽ ആ നിസ്കാരങ്ങൾ ആ ഖളാ വീട്ടിക്കൊണ്ട് അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുക. ഖളാ ആക്കി ആ ഖളാ വീട്ടുകയും അതോടുകൂടി മാപ്പ് ചോദിക്കുക. ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കുക. അതോട് അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ച് അങ്ങനെ തൗബയുടെ എല്ലാ കാര്യങ്ങളും കണ്ടീഷനുകളും അർക്കാനൊക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ നല്ല നിലയ്ക്ക് തൗബ ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാധാരണ നമ്മൾ ചെല്ലുന്ന തൗബകൾ എല്ലാം അള്ളാഹുവിനോട് പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ശരിക്കും നമ്മൾ തൗബ ചെയ്യുകയും നമ്മൾ ദോഷങ്ങൾ തൊട്ടൊക്കെ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഒറ്റക്കും കൂട്ടത്തിലും ഒന്ന് ഖൽവത്തിലും ജൽവത്തിലും ഇനി ശരിക്കുള്ള ഖൽവത്ത് കിട്ടാൻ വേണ്ടി കണ്ണു മൂടിക്കൊണ്ട് ലൈറ്റുകളെല്ലാം ഓഫ് ആയിക്കോട്ടെ. എങ്ങനെയും റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെല്ലാം അള്ളാഹു അറിയുന്നു എന്ന ചിന്തയോടുകൂടെ അള്ളാഹുവോട് മാപ്പ് ചോദിക്കുക. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം അൽ ഖദീമൽ കരീമർ റഹീമല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യൽ ഖയ്യൂം അൽ ഖദീം അൽ കരീം അർ റഹീം الذي لا إله إلا هو الحي القيوم من كل ذنب أذنبته عمدا أو خطأ أو سرا أو علانية أو صغيرا أو كبيرا وأتوب إليه من الذنب الذي أعلم ومن الذنب الذي لا أعلم إنك أنت علام الغيوب أستغفر الله عن جميع ما كره الله قولا وفعلا وعملا وخاطرا وناظرا أستغفر الله عن جميع ما كره الله قولا وفعلا وعملا وخاطرا وناظرا أستغفر الله عن جميع ما كره الله قولا وفعلا وعملا وخاطرا وناظرا آمنت بالله كما هو بأسمائه وصفاته وقبلت جميع أحكامه آمنت بالله وملائكته وكتبه ورسله واليوم الآخر والقدر خيره وشره من الله تعالى أشهد أن لا إله إلا الله وأشهد أن سيدنا محمدا عبده ورسوله صلى الله تعالى عليه وسلم تسليما كثيرا 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 بسم الله الرحمن الرحيم يا أيها الذين آمنوا توبوا إلى الله توبة نصوحا يا الله يا رحمن يا غفار يا ستار يا تواب رب
ഞാൻ നിന്നോട് അറിഞ്ഞ് ചെയ്ത ദോഷത്തിനെ തൊട്ടും അറിയാതെ ചെയ്ത ദോഷത്തിനെ തൊട്ടും മറച്ച് ചെയ്ത ദോഷത്തിനെ തൊട്ടും പരസ്യമായി ചെയ്ത ദോഷത്തിനെ തൊട്ടും എല്ലാ വൻദോഷത്തിനെ തൊട്ടും എല്ലാ ചെറുദോഷത്തിനെ തൊട്ടും ഞാൻ നിന്നോട് ഖേദിച്ച് പേടിച്ച് മടങ്ങുന്നു റബ്ബേ. റബ്ബേ, ഞാനും വേണ്ടപ്പെട്ടവരും അല്ലാഹുവേ, ഞങ്ങൾ നിന്നോട് അറിഞ്ഞ് ചെയ്ത ദോഷത്തിനെ തൊട്ടും അറിയാതെ ചെയ്ത ദോഷത്തിനെ തൊട്ടും മറച്ച് ചെയ്ത ദോഷത്തിനെ തൊട്ടും പരസ്യമായി ചെയ്ത ദോഷത്തിനെ തൊട്ടും എല്ലാ വൻദോഷങ്ങളെ തൊട്ടും എല്ലാ ചെറുദോഷങ്ങളെ തൊട്ടും ഞങ്ങളെല്ലാവരും നിന്നോട് ഖേദിച്ച് പേടിച്ച് മടങ്ങുന്നു അല്ലാഹ്. ഞങ്ങളെ ദോഷങ്ങളൊക്കെ മാഫാക്കണേ അല്ലാഹ്. ഞങ്ങളെ തൗബ നീ സ്വീകരിക്കണേ അല്ലാഹ്. നിന്റെ ഇഷ്ടദാസന്മാർ ചെയ്ത തൗബത്തുൻ നസൂഹയുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ തൗബ നീ സ്വീകരിക്കണേ റഹ്മാനേ. നിന്റെ സജ്ജനങ്ങളായ താഇബീങ്ങളെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ തൗബ നീ സ്വീകരിച്ച് നമ്മുടെ ദോഷങ്ങളൊക്കെ മാഫാക്കണേ അല്ലാഹ്. നിന്റെ മെഹബൂബീങ്ങളായ താഇബീങ്ങൾ ചെയ്ത തൗബ റബ്ബേ, നീ ഇഷ്ടപ്പെടുന്ന വിധത്തിലുള്ള തൗബയാണല്ലോ റബ്ബേ. ആ വിധത്തിലുള്ള തൗബ ചെയ്യുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. يا الله يا رحمن يا غفار يا ستار يا تواب. റഹ്മാനും ഗഫാറായ അല്ലാഹ്, സത്താറും തവ്വാബായ അല്ലാഹ്, ഞാൻ എൻ്റെ തടിയോട് അനേകം കുറ്റവും ദുർമര്യാദയും ഏറ്റം ചെയ്തു നടന്ന നിന്റെ അടിമയാണ് റബ്ബേ. അടിയാറുകളാക്കുന്നു പടച്ചോനെ. നിന്റെ റഹ്മത്തെന്ന വാതുക്കൽ ഞാൻ ഖേദിച്ച് മടങ്ങുന്നു അല്ലാഹ്. അല്ലാഹുവേ, എനിക്കും വേണ്ടപ്പെട്ടവർക്കും സർവ മുഅ്മിനീങ്ങൾക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. നമ്മുടെ തൗബ നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങളെല്ലാവരും ചെയ്തു നടന്ന നിന്റെ അടിയാറുകളാകുന്നു, നിന്റെ അടിമകളാകുന്നു റബ്ബേ. ഞങ്ങളുടെ തടിയോട് അനേകം കുറ്റവും ദുർമര്യാദയും ഏറ്റം ചെയ്തു നടന്ന് തന്നെ അടിയാറുകളാക്കുന്നു പടച്ചോനെ. നിന്റെ റഹ്മത്തെന്ന ബാതുക്കൽ ഞങ്ങൾ എല്ലാവരും ഖേദിച്ച് മടങ്ങിയിരിക്കുന്നു പടച്ചോനെ. അല്ലാഹുവേ, നമ്മളെ തൗബ നീ സ്വീകരിക്കണേ അല്ലാഹ്. നമ്മുടെ എല്ലാ ദോഷങ്ങളും നീ മാഫാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, തൗബത്തുൻ നസൂഹക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. തൗബക്ക് പറഞ്ഞ ഷർത്തുകളും റുക്നുകളും എല്ലാം പാലിച്ച് യഥാർത്ഥ തൗബ ചെയ്യാൻ, ഖേദത്തോടെ തൗബ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇസ്ലാമിലും സുന്നത്ത് ജമാഅത്തിലും ശരീഅത്തുൽ ഇസ്ലാമിയിൽ നീ ഇസ്തിഖാമത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളെ തൊട്ട് നിന്നോട് തൗബ ചെയ്യുന്നു അല്ലാഹ്. മാഫ് ചോദിക്കുന്നു അല്ലാഹ്. തൗബയിൽ ഇസ്തിഖാമത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഒരിക്കലും ഒരു ദോഷം കൊള്ളയും മടങ്ങുകയില്ലെന്ന് ഞങ്ങളെല്ലാവരും കൽബ് കൊണ്ട് നല്ലവണ്ണം കരുതി ഉറപ്പിച്ചു റബ്ബേ. നീ ഞങ്ങളുടെ ദോഷത്തിനെ പൊറുത്ത്
തൗബയെ കബൂൽ ചെയ്യണം റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാ ദോഷങ്ങളും മാഫാക്കി ഞങ്ങളെ തൗബ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ തൗബ നീ കബൂൽ ചെയ്യണം അല്ലാഹ്. നിന്റെ റഹ്മത്ത് കൊണ്ട്, നിന്റെ കൃപ കൊണ്ട്, നിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറൻ കസീറാ തങ്ങളുടെ ബറക്കത്ത് കൊണ്ടും റബ്ബേ, നീ ജഹന്നമെന്ന നരകത്തെ തൊട്ട് ഞങ്ങൾ നീ സലാമത്താക്കണേ അല്ലാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹ്ഹാബ്. ഗഫാറും സത്താറും തവ്വാബുമായ അല്ലാഹ്, നീ എനിക്ക് ഈ തൗബയും നേർവയും ദീൻ ഇസ്ലാം തന്നതിൽ അതിനെ വിട്ടുപിരിഞ്ഞ് നീ ഞങ്ങളെ എല്ലാവരെ കൽബിനെ നിന്റെ മാറ്റക്കാരൻ ശൈത്താൻ ഇബ്ലീസിന്റെ ചൊല്ലുകളെയും ചേലുകളെയും നീ തിരിക്കല്ല റബ്ബേ. നീ സലാമത്ത് നൽകണേ അല്ലാഹുവേ. നീ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ തൗബയും നേർവയും ദീൻ ഇസ്ലാമും തന്നതിൽ പിറകെ അതിനെ വിട്ടുപിരിഞ്ഞ് നീ ഞങ്ങളെ എല്ലാവരെയും കൽബിനെ നിന്റെ മാറ്റക്കാരൻ, നിന്റെ മൽഊന്, നമ്മുടെ അതുവായ ശൈത്വാന് മൽഊന് ഇബ്ലീസിന്റെ ചൊല്ലുകളെയും ചേലുകളെയും നീ ഞങ്ങളാക്കി കളയല്ല റബ്ബേ. നീ നിന്റെ വക്കൽ നിന്നുള്ള റഹ്മത്തിന് ഞങ്ങളെല്ലാവരുടെ അളവിലും ഓശാറമായി ഏറ്റം വശങ്ങി തരണേ അല്ലാഹ്. നിന്റെ റഹ്മത്ത് വിശാലമാണല്ലോ റബ്ബേ. നിന്റെ വിശാലമായ റഹ്മത്ത് ഞങ്ങൾക്ക് നീ ഓശാറമായി ഏറ്റം വശങ്ങി തരണേ അല്ലാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അലൈഹാ നഹ്യാ വഅലൈഹാ നമൂതു വഅലൈഹാ നുബ്അസു ഇൻഷാ അല്ലാഹ്. യാ അല്ലാഹു യാ റഹ്മാനു യാ ഗഫാറു യാ സത്താറു യാ തവ്വാബ്. ഗഫാറും സത്താറും തവ്വാബായ അല്ലാഹ്, നീ ഞങ്ങളെല്ലാവരെയും ഷഹാദത്ത് കലിമയോട് ഈമാനോട് മെരിപ്പിച്ച് ഖബറിൽ അകം കടത്തി ഖബറിൽ നിന്ന് രണ്ടാമത് ഹയാത്തിട്ട് മഹ്ശർ കൊല്ല യാത്രയാക്കിയാൽ നമ്മുടെ എല്ലാവരുടെയും നന്മയും തിന്മയും എഴുതപ്പെട്ട 7 ആ ഗ്രന്ഥത്തെ ഞങ്ങളെല്ലാവരുടെ വലങ്കയിൽ തരിപ്പിച്ച് ഈ ലോകം പടക്കാൻ കാരണക്കാരനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂട്ടി സ്വർഗത്തിൽ അകം കടത്തി നിന്റെ ലിഖാഇനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറൻ കസീറാ തങ്ങളുടെ തിരുക്കല്യാണമായ ആഖിറത്തിൽ നടക്കുന്ന നിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ആസിയ ബീവി റളിയല്ലാഹു അൻഹയുടെയും ആ തിരുക്കല്യാണത്തിനെയും ഞങ്ങൾ 2 കണ്ണുകൊണ്ട് കാണുവാനും അതിൽ കൂടുവാനും ഏറ്റം ഉദവി ചെയ്യണം റബ്ബേ. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ദുനിയാവിന്റെ ചെറിയ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല അല്ലാഹ്. മരണത്തിന്റെ വേദന റബ്ബേ, സക്കറാത്തുൽ മൗത്ത്, വാളിന്റെ 300ഓളം വരുന്ന അടിയെന്ന് നിന്റെ മെഹബൂബീങ്ങള് സുയൂത്തിമാം പോലൂത്ത മഹാന്മാര് ശറഹു സുദൂറിലൊക്കെ പഠിപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് ആ വേദന സഹിക്കാൻ കഴിയുന്നില്ല റഹ്മാനേ. ആ വേദന സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല റഹ്മാനേ.
നീ സലാമത്ത് നൽകണേ അല്ലാ. ചെറിയ ചെറിയ വേദന സഹിക്കാൻ കഴിയാത്ത ഞങ്ങൾക്ക് മരണത്തിന്റെ വേദന, ഖബറിന്റെ അദാബ്, നരകത്തിന്റെ അദാബ്, മഹ്ശറയുടെ അദാബ് നൽകി പരീക്ഷിക്കല്ല റഹ്മാനെ. ഇരുവീട്ടിലും നീ സലാമത്ത് നൽകണേ അല്ലാ. ഇരുവീട്ടിലും നീ സലാമത്ത് നൽകണേ അല്ലാ. ഇരുവീട്ടിലും നീ വിജയികളെ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാ. ഇരുവീട്ടിലും വിജയികളെ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാ. കാഫിറായി ചത്തുപോകുന്നവരെ കൂട്ടത്തിൽ ഞങ്ങൾ ആരെയും നീ പെടുത്തല്ല അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ഈമാൻ സലാമത്താക്കണേ അല്ലാ. എല്ലാ നിലക്കുള്ള കുഫ്റുകളെ തൊട്ടും ബിദ്അത്തുകളെ തൊട്ടും ഞങ്ങൾക്ക് നീ കാവല് നൽകണേ അല്ലാ. സലാമത്ത് നൽകണേ അല്ലാ. ദോഷങ്ങളൊക്കെ മാഫാക്കണേ അല്ലാ. മനസ്സിന്റെ ദോഷങ്ങളും അവയവങ്ങളുടെ ദോഷങ്ങളും മനസ്സിന്റെ എല്ലാ ദോഷങ്ങളും ഞങ്ങൾക്ക് നീ മാഫ് നൽകണേ അല്ലാ. ഞങ്ങളെ മനസ്സിൽ നിന്നും നമ്മുടെ അവയവങ്ങളിൽ നിന്നും ദോഷങ്ങളുടെ ഇരുട്ടുകളൊക്കെ ഒഴിവാക്കി പ്രകാശം നൽകണേ അല്ലാ. നമ്മുടെ ദോഷങ്ങളൊക്കെ മാഫാക്കി നമ്മുടെ മനസ്സിനും നമ്മുടെ അവയവങ്ങൾക്കും നൂറാനിയത്ത് നൽകണേ അല്ലാ. തൗബത്തുൻ നസൂഹക്ക് തൗഫീഖ് നൽകണേ അല്ലാ. നമ്മുടെ എല്ലാ ദോഷങ്ങളും നീ മാഫാക്കണേ അല്ലാ. നമ്മുടെ എല്ലാ ദോഷങ്ങളും നീ മാഫാക്കണേ അല്ലാ. റബ്ബേ, ശിർക്കുൽ ഖഫീ, റിയാ, ഉജ്ബ്, ഹസദ്, നിഫാഖ് ഇഅ്തിഖാദി, നിഫാഖ് അമലി തുടങ്ങിയ ഹുബ്ബുദ് ദുനിയാ, ഹുബ്ബുൽ മദ്ഹി തുടങ്ങിയ ഒരുപാട് രോഗങ്ങൾ, ദോഷങ്ങൾ ഞങ്ങളെ മനസ്സിലുണ്ട് റഹ്മാനെ. ഞങ്ങളെ അവയവങ്ങളിലുണ്ട് റഹ്മാനെ. എല്ലാം നീ ദൂരീകരിച്ച് ഞങ്ങൾക്ക് നീ മാഫ് നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് മാഫ് നൽകണേ ഗഫാറായ അല്ലാ, സത്താറായ അല്ലാ. ഞങ്ങൾക്ക് നീ മാഫ് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീ മാഫ് നൽകണേ അല്ലാ. തൗബ സ്വീകരിക്കണേ അല്ലാ. തൗബത്തുൻ നസൂഹാക്കണേ അല്ലാ. നമ്മുടെ തൗബ നീ തൗബത്തുൻ നസൂഹാക്കണേ അല്ലാ. ജീവിതം ഖൈറാകുമ്പോഴെല്ലാം നീ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ, എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊരുത്തപ്പെടുന്ന വിധത്തിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ, നീ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ജീവിക്കാൻ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അഹ്കാം അനുസരിച്ച് ഇസ്ലാമിൽ ഇസ്തിഖാമത്തോടുകൂടെ, ശരീഅത്തുൽ ഇസ്ലാമിയ സുന്നത്ത് ജമാഅത്തിലൊക്കെ ഇസ്തിഖാമത്തോടെ ജീവിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. ബിദ്അത്തുകാരുടെയും അവിടെ സഹവാസത്തിനെ തൊട്ടും കള്ളത്വരീക്കത്തുകാരുടെയും അവിടെ സഹവാസത്തിനെ തൊട്ടും കാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഇസ്തിഖാമത്ത് നൽകണേ അല്ലാ. മരണം ഖൈറാകുമ്പോൾ കടങ്ങളെ തൊട്ട് സലാമത്ത് നൽകി ആഖിബത്ത് നന്നാക്കി ഈമാൻ സലാമത്തായി മരിപ്പിക്കണേ അല്ലാ. നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനോട്ടം നൽകണേ അല്ലാ. നിന്റെ മെഹബൂബീങ്ങളെ മദദ് നൽകണേ അല്ലാ. ജീവിതവും മരണവും എല്ലാം ഖൈറിലാക്കണേ അല്ലാ. നമ്മുടെ മരണത്തിലും മരണത്തിന്റെ ശേഷവും നീ ബർക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫിൽ മൗതി വഫീമാ ബഅദൽ മൗത്ത്. അല്ലാഹുവേ, നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും മശായിഖുമാർക്കും ദുആ വസിയത്ത് ചെയ്തവർക്കും സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ആലിമീങ്ങൾക്കും ഖാദിമീങ്ങൾക്കും റബ്ബേ, ഞങ്ങളെ ഇന്ന് വരെ ഇൽമു പഠിപ്പിച്ചവർ, നസീഹത്ത് ചെയ്തു തന്നവർ, നല്ലത് കൊണ്ട് ഉപദേശിച്ചവർ, നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നവർ, സഹായിച്ചവർ, സഹകരിച്ചവർ ആരെല്ലാം ഉണ്ട് എല്ലാം നിനക്കറിയാമല്ലോ റബ്ബേ. എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ. നമ്മയും അവരെയും നിന്റെ സ്വകലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. റബ്ബേ, സർവ്വ മുഅ്മിനീങ്ങൾക്കും നമുക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി
ആഖിബത്ത് നന്നാക്കണേ റഹ്മാനെ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്ക് ഇന്ന് വരെ ഏതെല്ലാം അഹ്യാ അംവാത്ത് ഈമാനുള്ളവരുണ്ട് റബ്ബേ, ജനിച്ചവരും ജനിക്കാൻ പോകുന്നവരും എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാഹ്. നമ്മയും അവരെയും നിന്റെ സ്വകലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. നിന്റെ എല്ലാ മഹബൂബീങ്ങളെ ബർക്കത്ത് കൊണ്ട് നമുക്ക് നീ മഗ്ഫിറത്ത് നൽകി തൗബത്തുൻ നസൂഹ നൽകണേ അല്ലാഹ്. നമ്മുടെ തൗബ നീ സ്വീകരിക്കണേ അല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലി വഫഅലി വനദരി വസംഇ വനിയതി. അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലി വഫഅലി വനദരി വസംഇ വനിയതി. അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലി വഫഅലി വനദരി വസംഇ വനിയതി. അസ്തഗ്ഫിറുല്ലാഹൽ അദീം الذي لا إله إلا هو الحي القيوم وأتوب إليه بحق لا إله إلا الله محمد رسول الله صلى الله عليه وسلم. لا إله إلا الله محمد رسول الله صلى الله عليه وسلم. لا إله إلا الله محمد رسول الله صلى الله عليه وسلم. عليها نحيا وعليها نموت وعليها نبعث إن شاء الله. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. الصلاة والسلام عليك يا سيدنا يا رسول الله. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم اجعلنا من التوابين وجعلنا من المتطهرين وجعلنا من عبادك الصالحين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك برحمتك يا أرحم الراحمين. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. അതുപോലെ ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സൃഷ്ടികളുടെ കൂട്ടത്തിൽ നമുക്ക് ഏറ്റവും വലിയ ഹക്കുള്ളത് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളോടാണ്. തങ്ങളോട് ബന്ധപ്പെട്ട തങ്ങളുടെ ഹുഖൂഖിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ട്. അടിമകളോട് വന്ന വീഴ്ചകളെല്ലാം അടിമകളോട് മാപ്പ് ചോദിക്കണം. റഹ്മാനായ റബ്ബിൻ്റെ ഇറാദത്ത് അങ്ങനെയാണ്. അടിമകളെ ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. അടിമകൾക്ക് മാഫാക്കി കൊടുക്കണം. അപ്പം അതുകൊണ്ട് സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ നമുക്ക് ഹക്കുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. അതിൻ്റെ ശേഷം മാതാപിതാക്കളോട്, അതിൻ്റെ ശേഷം ഉസ്താദുമാരോട്. ചില നിലക്ക് ഹക്കുൽ മുഅല്ലിമി അഅ്ളം മിൻ ഹക്കിൽ വാലിദൈനി, മാതാപിതാക്കൾ ഹക്കിനേക്കാളും ഉസ്താദുമാരെ പഠിപ്പിക്കുന്ന ആളുടെ ഹക്കുണ്ടാകുമെന്ന് ചില വിഷയത്തിൽ അങ്ങനെയുമുണ്ട്. ഏതായാലും ചുരുക്കി പറയുകയാണെങ്കിൽ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഹക്കുള്ളത് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തു നിസാ 64 പറഞ്ഞതുപോലെ വലു അന്നഹും അദ്ലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബുർ റഹീമ. എത്ര തെറ്റ് ചെയ്തെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുക്കൽ വന്നിട്ട് അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കണം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് ചോദിച്ചാൽ അല്ലാഹു തആല അവരെ തൗബ സ്വീകരിക്കുകയും റഹ്മത്ത് ചെയ്യുകയും ചെയ്യുമെന്ന് സൂറത്തു നിസാ 64 പറഞ്ഞു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബക്ക് ഒരു റൂട്ട് പറഞ്ഞു കൊടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വരണം എന്നാണ്. എന്നിട്ട് അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കണം. അള്ളാഹിൻ്റെ ഹബീബ് മാപ്പ് ചോദിച്ചാൽ അള്ളാഹു ദോഷം മാഫാകുകയും കരുണ ചെയ്യുകയും ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യത്തിൽ പോയി അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കണം. എന്നാൽ ഈ നിഅമത്തുകളും ഈ ദൗലത്തും നിഅമത്തെല്ലാം നൽകുമെന്നാണ് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം അഹ്മദുല്ലാഹ് ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി അൽ-ലത്വാഇ നബവിയ്യ ഫിൽ ഖതാബ് റളിവിയുടെ 21-ാം വാല്യത്തിൽ ബറകാത്തുൽ ഇംദാദ് ലി അഹ്ലിൽ ഇസ്തിംദാദ് എന്ന് പറയുന്ന ഒരു റിസാല, ഒരു ഗ്രന്ഥം തന്നെ ഇമാം അഹ്മദുല്ലാഹ് ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയിട്ടുണ്ട്. ഏതായാലും അള്ളാഹുവിൻ്റെ ഹബീബിനോട് ബന്ധപ്പെട്ട വിഷയത്തിൽ നബിതങ്ങളോട് നമ്മൾ മാപ്പ് ചോദിക്കേണ്ടതുണ്ട്. അതിനാണ് നമ്മുടെ മഹാന്മാർ കഫീറൻ അന്നി ദുനൂബി വഗ്ഫിറൻ ലി സയ്യിആതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മാപ്പ് ചോദിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് മഖ്ദൂമുൽ കബീർ സൈനുദ്ദീൻ ഫന്നാനി റഹ്മത്തുള്ളാഹി അലൈഹി മൻഖൂസ് മൗലിദിൽ ഇർതകബതു അലൽ ഖത്വാ ഗൈറ ഹസ്രിൻ വ അദദ് ലാക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാപ്പ് ചോദിക്കുന്നത് എല്ലാവരും അള്ളാഹിൻ്റെ ഹബീബിനോട് നമ്മൾ ചെയ്തു പോയ വീഴ്ചകൾ, അവിടുത്തെ ഹുഖൂഖിനോട് ഹുഖൂഖിൽ വീഴ്ച വരുത്തിയത്, അയ്ബുകളുള്ളത്, നബി തങ്ങളുടെ തഅദീം ബഹുമാനത്തിൽ അവിടുത്തെ ഹുഖൂഖിനോട് നമ്മുടെ ഭാഗത്തിൽ എന്തെല്ലാം വീഴ്ചകളുണ്ട് എല്ലാം മാഫായി കിട്ടാൻ എല്ലാവരും ഒന്ന് പറയാം. ഇർതകബതു അലൽ ഖത്വാ ഗൈറ ഹസ്രിൻ വ അദദ്
لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطه والحبيب العربي നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ എല്ലാ ദോഷങ്ങളും മാഫാക്കി തരട്ടെ. നബിതങ്ങളോട് ബന്ധപ്പെട്ട നമ്മുടെ വക്കലിൽ നിന്നുണ്ടായ എല്ലാ വീഴ്ചകളും ന്യൂനതകളും അള്ളാഹുവിൻ്റെ ഹബീബ് നമുക്ക് മാഫ് നൽകി, അള്ളാഹുവിൻ്റെ ഹബീബ് എല്ലാ നിലക്കും മദദും ഹിമായത്തും ഷഫാത്തും നൽകണേ എന്ന് നബി തങ്ങളോട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമ്മൾ പ്രത്യേകിച്ചും പറയുകയാണ്. അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാരോട് ഒരുപാട് ഹുഖൂഖിൽ വീഴ്ച വരുത്തിയവരാണ് നമുക്ക്. അള്ളാഹു തആല പറ്റുന്നവരൊക്കെ അവരോട് മാപ്പ് ചോദിക്കുകയും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതായാലും അവർക്ക് മഗ്ഫിറത്തിന് വേണ്ടി ധാരാളം അവരെ ദറജ ഉയരാൻ വേണ്ടി എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാഹു തആല നമ്മുടെ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ മശായിഖമാർ, നമ്മളെ മദ്രസ മുതൽ പള്ളി ദർസ് മുതൽ സ്ഥാപനങ്ങൾ മുതൽ ഇന്ന് വരെ ഏതെല്ലാം ഉസ്താദുമാർ നമുക്ക് ഇൽമു പറഞ്ഞു തന്നിട്ടുണ്ട്, നസീഹത്ത് ചെയ്തിട്ട് തന്നിട്ടുണ്ട്, നമ്മൾ ആരിൽ നിന്നൊക്കെ ഇസ്തിഫാദ ചെയ്തിട്ടുണ്ട്, അതെല്ലാം നമുക്ക് ഉപദേശിച്ചിട്ടുണ്ട്, നമുക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്, നമ്മെ സഹായിച്ചിട്ടുണ്ട്. ഇൽമി വിഷയത്തിൽ, തഅല്ലുമു തഅലീമു തദ്രീസ് വിഷയത്തിൽ, മറ്റെല്ലാ വിഷയങ്ങളും നമ്മൾ സഹകരിച്ചവരുണ്ട്, കടം തന്ന് സഹായിച്ചവരുണ്ട്, അതുപോലെ ആവശ്യം വരുന്ന സമയത്ത് കടം തന്നവരുണ്ട്, അതുപോലെ ഒരുപാട് ഭക്ഷണം കൊണ്ടും പാനീയം കൊണ്ടും കിതാബുകൾ കൊണ്ടും പല നിലക്കും സഹകരിച്ചവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അള്ളാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ മാഫാക്കി തരട്ടെ, അവരുടെയും ദോഷങ്ങൾ അള്ളാഹു മാഫാക്കട്ടെ. സർവ്വ മുഅ്മിനീങ്ങൾക്കും അള്ളാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. നമ്മയും അവരെയും സുഖലോക സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇമാം ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അഹമ്മദ് റസാ ഖാൻ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി, സദുർശരി അംജദ് അലി ആസിമി റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങിയ സർവ്വ മഹത്തുക്കൾ, അതുപോലെ പൊന്നാനി മഖ്ദൂമീങ്ങൾ, അതുപോലെ മഹാന്മാരൊക്കെ ബിറുൽ വാലിദൈൻ, ദുആ ബിറുൽ വാലിദൈൻ, ഖത്മുൽ ഖുർആന്റെ ശേഷം മറ്റൊക്കെ ഒരുപാട് മഹത്തുക്കൾ ദുആ ബിറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം എന്ന് പറഞ്ഞ് ദുആ തന്നെ എഴുതിയവരുണ്ട്. അവരൊക്കെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ മാതാപിതാക്കൾക്കും പറയപ്പെട്ടവർക്കൊക്കെ അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അവരൊക്കെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ എല്ലാ ദോഷങ്ങളും മാഫാക്കട്ടെ. ഇരുവീട്ടിലും വിജയികളുടെ കൂട്ടത്തിൽ അല്ലാഹു പെടുത്തി തരുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വാലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടെ എപ്പോഴും നമ്മൾ തൗബ ചെയ്തുകൊണ്ടിരിക്കണം, ധാരാളം ഇസ്തിഗ്ഫാർ ചെല്ലണം, നമ്മുടെ ജീവിതം നന്നാക്കാൻ നോക്കണം, നമ്മുടെ വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളും സ്വഭാവം നന്നാക്കാൻ നോക്കണം. പ്രത്യേകിച്ചും ദറൂറിയാത്തുദ്ദീൻ, ദീനിൽ നിഷേധിക്കാൻ പറ്റാത്ത സംഗതികളൊക്കെ ശരിക്കും പഠിക്കുകയും പരിപൂർണമായി വിശ്വസിക്കുകയും, അതുപോലെ ദറൂറിയാത്തു അഖായിദ് അഹ്ലുസുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്ത് യഥാർത്ഥ സുന്നിയാകണമെങ്കിൽ എന്തെല്ലാം വേണം, ആ വിശ്വാസങ്ങളൊക്കെ നമ്മൾ വിശ്വസിക്കുകയും തസ്ദീഖ് ചെയ്യുകയും അതൊക്കെല്ലാം പഠിക്കുകയും അതോടുകൂടി മഅമൂലാത്തു അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പുണ്യ ആചാരങ്ങൾ നമ്മൾ സാധാരണ ചെയ്യുന്നൊക്കെ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും നമ്മുടെ ഈമാൻ കാമിലാക്കാൻ, നമ്മുടെ വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളും സ്വഭാവം നന്നാക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വാലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. السلام عليكم ورحمة الله وبركاته. أستغفر الله العظيم، أستغفر الله العظيم، أستغفر الله العظيم، أستغفر الله وأتوب إليه، أستغفر الله وأتوب إليه، أستغفر الله وأتوب إليه. اللهم إنك عفو تحب العفو فاعف عني، اللهم إنك عفو تحب العفو فاعف عني، اللهم إنك عفو تحب العفو فاعف عنا. اللهم اغفر لأمة سيدنا محمد صلى الله عليه وسلم مغفرة عامة. اللهم اغفر لأمة سيدنا محمد صلى الله عليه وسلم مغفرة عامة. اللهم اغفر لأمة سيدنا محمد صلى الله عليه وسلم مغفرة عامة. يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. اللهم صل على سيدنا محمد سيد المستغفرين. اللهم صل على سيدنا محمد سيد التائبين. وصل على جميع الأنبياء والمرسلين وملائكتك المقربين وعبادك الصالحين والحمد لله رب العالمين.